Matthew 12:25. He is talking about a fight in the kingdom. ഇവിടെ യേശുക്രിസ്തു ഒരു രാജ്യത്തിനകത്ത് തന്നെയുള്ള പരസ്പരമുള്ള അന്തഛിദ്രം, സമരത്തെക്കുറിച്ച്, യുദ്ധത്തെക്കുറിച്ച് പറയും. ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും. And then he talks about a city. എന്നിട്ട് കർത്താവ് ഒരു പട്ടണത്തെക്കുറിച്ച് അടുത്ത വാക്യത്തിൽ പറയുക. And then he talks about a house. അതിനുശേഷം ഒരു വീടിനെ കുറിച്ച്, ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. Your body is the house of God. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ഭവനമാണ്. Don't you know you are the temple of God, house of God? നീ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ വീടാണ്. പരിശുദ്ധാത്മാവ് വാസമാക്കിയ വീട് നിന്റെ ശരീരമാണ്. Don't give your instruments to as instruments of unrighteousness. Give it to righteousness. Why does it say? Because a house cannot be divided in itself. ആകയാൽ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ അവയവങ്ങളായി വിട്ടുകൊടുക്കരുത്, നീതിയുടെ ആയുധങ്ങളായി വിട്ടുകൊടുക്കണം. കാരണം ഒരേ വീട് അകത്ത് ഛിദ്രിക്കാൻ പാടില്ല. നന്മയ്ക്കാക്കി ആക്കിയ എന്റെ ഉള്ളിൽ തിന്മ വന്നാൽ ആ വീടിനകത്ത് അന്തഛിദ്രമാണ്. If you are doing one thing here and outside different, believe me, the devil wants you to disobey the word of God, that your house will be destroyed. നിങ്ങൾ ഇവിടെ ഒന്നും വെളിയിൽ മറ്റൊന്നുമാണ് പറയുകയും ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളാകുന്ന വീടിനകത്ത് തന്നെ രണ്ട് പക്ഷമാണ്. അത് പിശാചിനറിയാം. അതിലൂടെ ഒരു ഭവനത്തെ തകർക്കാം. Oh, shout and say, I have no compromise with the devil. വിളിച്ചു പറഞ്ഞാട്ടെ, പിശാചേ, നീയുമായി ഒരു നീക്കുപോക്കുമില്ല.